വെൽക്കം ടു ബട്ടർഫ്ലൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തു, ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം. അതിലേക്ക് കൂഴച്ചക്കപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 500 ഗ്രാം ചക്കപ്പഴമുണ്ട്. ഇനി വരിക്കച്ചക്കയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. ഈ ചക്കപ്പഴം ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 250 തൊട്ട് 300 ഗ്രാം വരെ ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ കുറച്ച് സമയമായി. ഈ ഒരു പാകത്തിൽ നമുക്ക് വരട്ടിയെടുക്കണം. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളത് ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വറുത്ത റവയാണിത്. ഇത് ചെറു ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമുക്കിത് ഇളക്കി എടുക്കേണ്ടത്. ഈ ചക്ക വരട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു പിഞ്ച് ഉപ്പ് കൂടി മറക്കാതെ ചേർക്കണം. ഞാനത് ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം ചക്കയ്ക്ക് ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇടനയില എടുക്കാം. ഞാനിവിടെ ഇടനയില ഉള്ളത് കൊണ്ടാണ് അത് എടുത്തത്. ഇനി അതില്ലാത്തവർക്ക് വാഴയിലയാണെങ്കിലും എടുക്കാം. ഇതുപോലെ കാണിച്ചതുപോലെ വേണം ഇടനയില മടക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ അറ്റഭാഗം ഒന്ന് കൂമ്പിച്ച പോലെ എടുത്തിട്ട് വേണം അതിനകത്തേക്ക് ഇടനയിലയ്ക്കകത്തേക്ക് ഈ കൂട്ട് വെക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗം കൊണ്ട് അകത്തോട്ട് കയറ്റി വെക്കുക. ഈ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇതുപോലെ എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് മടക്കി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാൻ. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പം എൻ്റെ ചക്കപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമുള്ള മധുരമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ശർക്കര ചേർക്കുക. എന്നിട്ട് മധുരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. ഞാനിവിടെ ഒരു ഇഡലിത്തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ കുമ്പിളപ്പം വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇത് റെഡിയാകും. ഇപ്പം നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.